നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്കിൽ ഒളിച്ചിരുന്ന പോരാളി ഷാജിയെ പോലീസ് തൂക്കിയതോടെ പ്രൊഫൈൽ പിക്ചറും മാറ്റി ഷായി മുഖഛായ തന്നെ അങ്ങ് മാറ്റിയിരിക്കുകയാണ്. ഇട്ടിരിക്കുന്ന പുതിയ ചിത്രം അതിലും കേമമാണ്. പാവം ആ നടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ശശി മാറി സോമനായെന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. പക്ഷെ മുഖചിത്രം മാറ്റിയത് കൊണ്ടൊന്നും രക്ഷപ്പെടില്ല ഷാജി. മലയാളി പൂരത്തെറി വിളിക്കുന്നുണ്ട്. നടൻ അബ്ബാസിന്റെ ചിത്രം വെച്ചാണ് ഷായി ഇപ്പോൾ കളത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പോരാളി അബ്ബാസ് ആണോ എന്നാണ് പൊങ്കാല വരുന്നത്. പോലീസ് തൂക്കിയിട്ടും ആൾ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടും ഷാജിക്ക് സ്വന്തം മുഖം പ്രൊഫൈൽ ഫോട്ടോ വെക്കാൻ പേടിയാണ്. എന്നിട്ട് സഖാവാണത്രേ. ഹാർപ്പിക്കൊഴിച്ച് കീടങ്ങളെയൊക്കെ നശിപ്പിക്കണം ഷാജി. അടയാളപ്പെടുത്തുക കാലമേ ഇത് മലയാളികൾ എയറിൽ കയറ്റുന്ന സമയം. സ്വന്തമായി മുഖമില്ലാത്തവന് മുഖപുസ്തകത്തിൽ ഏത് മുഖവും സ്വീകരിക്കാം. പോരാളി ഹാർപ്പിക് അബ്ബാസ് എന്തോരം ക്യാപ്സൂൾ വന്നിരുന്ന സ്ഥലമാ ഇപ്പോൾ ശവപ്പറമ്പ് പോലെ ആയിട്ടുണ്ട്. ഓരോരോ അവസ്ഥകളെ. ഇവരുടെ മുദ്രാവാക്യമാണ് കോമഡി. വർഗീയത തുലയട്ടെ. സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ധൈര്യമില്ലാത്തവനാണ് ലോകത്തെ മുഴുവൻ പഠിപ്പിക്കാനും പരിഹസിക്കാനും ഇറങ്ങുന്നത് തുടങ്ങി പൊങ്കാലയോട് പൊങ്കാലയാണ് ഹാർപ്പിക് ഷാജിക്ക്. ഇതിലും വലുതൊന്നും ഇനിയിപ്പോൾ ഹാർപ്പിക് ഷാജിക്ക് വരാനില്ല. പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നയാളാണെന്ന് പോലീസ് കണ്ടെത്തിയതോടെയാണ് പോരാളിയുടെ ശരിക്കുള്ള രൂപം അങ്ങ് പുറത്തേക്ക് വന്നത്. പേജിന്റെ വെരിഫിക്കേഷനായി ഉപയോഗിച്ച 2 മൊബൈൽ നമ്പറുകളുടെയും ഉടമ വഹാബ് എന്നയാളാണെന്നും പോലീസ് വ്യക്തമാക്കുകയായിരുന്നു. വടകരയിലെ കാഫിർ പ്രയോഗം സ്ക്രീൻഷോട്ട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് പോരാളി ഷാജി ആരാണെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത്. CPMനെ രക്ഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ കടന്നൽ കൂട്ടങ്ങളാകുന്ന പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഉത്തരവാദികളെന്ന് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വിമർശനം ഉന്നയിച്ചത് വലിയ ചർച്ചയായിരുന്നു. പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്നും MV ജയരാജൻ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്നും ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ലെന്നും അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണെന്നും പോരാളി ഷാജി വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞിരുന്നു. പാർട്ടിക്കുള്ളിലെ തിരുത്തൽ ശക്തികളുടെ പിന്തുണയോടെയാണ് പേജിന്റെ പ്രവർത്തനമെന്നും ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. എന്തായാലും ശൈലജ ടീച്ചറാണ് വടകരയിൽ ബലിയാടായത്. സൈബർ ഗ്രൂപ്പുകളെല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ചു നിന്ന് ആഞ്ഞു പിടിച്ച് ടീച്ചറെ അങ്ങ് തോൽപ്പിച്ചു കൊടുത്തു. അതും ഷാഫിയുടെ മുൻപിലായി പോയി തോറ്റത്. ശൈലജ ടീച്ചറെ ശരിക്കും കുടുക്കുകയായിരുന്നു ഈ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന്. ഇതിലേതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തേക്ക് പോയതെന്ന് ഇപ്പോൾ ഏതാണ്ട് ഒരു വ്യക്തചിത്രം വന്നിട്ടുണ്ട്. ഇനി അതിന്റെ തല ആരാണെന്നാണ് കണ്ടെത്തേണ്ടത്. എന്തായാലും ശൈലജ ടീച്ചറിന് ഇതിലും വലുത് കിട്ടാനില്ല. ഇവരുടെയൊക്കെ വാക്ക് കേട്ടോണ്ട് ഷാഫി പറമ്പിലിനെതിരെ ടീച്ചർ ഇടയ്ക്കൊന്ന് സംസാരിച്ചിരുന്നു. അത് പിന്നീട് വലിയ രീതിയിൽ ടീച്ചർക്ക് തന്നെ തിരിച്ചടിയാകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോരാളി ഷാജി തന്റെ മുഖം മാറ്റിയിരിക്കുകയാണ്. പക്ഷേ കയ്യിലിരിപ്പ് മാറ്റാൻ സാധ്യതയില്ല. പഴയത് തന്നെ ആകാനാണ് സാധ്യത. വീണ്ടും പോസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും എന്നെ ഏശുന്നതേ അല്ല എന്ന്. എനിക്ക് പിന്നിൽ പിണറായി ഉണ്ടെന്ന ധൈര്യമാണോ എന്തോ. ഷാജി വീണ്ടും കളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ മലയാളി പൊങ്കാലയോട് പൊങ്കാല. പിന്നെ ഒരു കാര്യമുണ്ട്, എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലവലേശം ഉളുപ്പില്ലാത്ത വർഗമായതുകൊണ്ട് തന്നെ വീണ്ടും കുറച്ചുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.